നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ രാഹുൽ എസ് നായർ. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഡയബറ്റീസിനെ കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഇന്ന നാട് വകഭേദം ഇല്ലാതെ എല്ലായിടത്തും ഡയബറ്റീസ് ഒരുപാട് കൂടി വരുവാണ്. ചെറുപ്പക്കാരുടെ ഇടയിലാണെങ്കിലും ഡയബറ്റീസ് വളരെ കോമണായി മാറിയിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ തുടങ്ങുന്നത് ഡയബറ്റീസ് എന്താണ്, അതുപോലെ തന്നെ ഡയബറ്റീസ് എങ്ങനെ വരുന്നു, അതിന് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, എന്താണ് അതിൽ ആയുർവേദത്തിലും അല്ലെങ്കിൽ അലോപ്പതിയിലുള്ള ചികിത്സാ രീതികൾ, ഈ ഡയബറ്റീസ് വരുന്നതുകൊണ്ട് എന്തൊക്കെ ദോഷങ്ങളുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്നിവിടെ ഇരിക്കുന്നത്. ആദ്യമായി ഡയബറ്റീസ്. അലോപ്പതിയിൽ 4 തരം ഡയബറ്റീസാണ് പറയുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 1.5 ഡയബറ്റീസ് അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റീസ്, പിന്നെ ടൈപ്പ് 2 ഡയബറ്റീസ്. നമ്മളെല്ലാ ആൾക്കാരുടെ ഇടയിൽ കാണുന്ന പൊതുവെയുള്ള ഡയബറ്റീസാണ് ടൈപ്പ് 2 ഡയബറ്റീസ്. പിന്നെ മെച്യൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഇൻ യങ്. അതുപോലെ തന്നെ ആയുർവേദത്തിൽ ഡയബറ്റീസ് 20 തരത്തിൽ പറയുന്നുണ്ട്. ഡയബറ്റീസ് എന്നല്ല ആയുർവേദത്തിൽ പറയുന്നത് പ്രമേഹം എന്നാണ് പറയുന്നത്. അതിൽ ഒരു തരം പ്രമേഹമാണ് മധുമേഹം. അതിനെയാണ് നമുക്ക് ടൈപ്പ് 2 അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റീസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി ഇതെങ്ങനെ വരുമെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൽ ഒരു മൾട്ടി ഫാക്ടോറിയൽ ഡിസീസായിട്ടേ പറയാൻ പറ്റുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ്. അതിൽ നമുക്ക് വരുന്ന ജനറ്റിക് മാറ്റങ്ങൾ, നമ്മുടെ ആഹാര വിഹാര രീതികൾ, നമ്മുടെ എൻവയൺമെൻറ്റൽ ഇഫക്റ്റ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ സ്ട്രെസ്സ്, ജനറ്റിക്സ്, ഇതെല്ലാം കൂടി യോജിച്ച് വരുമ്പോൾ വരുന്നൊരു രോഗമാണ് ഡയബറ്റീസ്. അത് പാരമ്പര്യമായിട്ട് വരാം, അതല്ലാതെയും വരാം. അലോപ്പതിയിൽ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് അതിൻ്റെ സിംറ്റംസ് വെച്ചും പിന്നെ ബ്ലഡ് ടെസ്റ്റ് വെച്ചുമാണ് പറയുന്നത്. സിംറ്റംസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് മൂത്രം പോവുക, കൂടുതൽ വിശപ്പുണ്ടാവുക, അമിതമായി വിയർക്കുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് ഡയബറ്റീസിൽ പൊതുവെ കാണപ്പെടുന്നത്. ബ്ലഡ് ടെസ്റ്റ് പറയുമ്പോഴത്തേക്കും അതിൽ സാധാരണ എല്ലാവരും വെറും വയറ്റിലെ ഷുഗർ അല്ലെങ്കിൽ ആഹാരശേഷമുള്ള ഷുഗർ, അതല്ല. അത് ഒരിക്കലും ഒരു ശരിയായ ഒരു ഡയഗ്നോസിസിലേക്ക് എത്തിക്കാൻ പറ്റില്ല. എപ്പോൾ ഡയബറ്റീസ് നമുക്ക് ഒരു സംശയമുണ്ടോ അങ്ങനെ ആകുമ്പോഴത്തേക്കും 3 മാസത്തെ ആവറേജ് പൊതുവെ HbA1c എന്ന് പറഞ്ഞ ടെസ്റ്റാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൻ്റെ ഒപ്പം തന്നെ കിഡ്നി പ്രൊഫൈലും കൂടെ നോക്കേണ്ടതാണ്. കാരണം ഡയബറ്റീസ് ഒരു രക്തത്തിൽ ഷുഗർ കൂടുന്നൊരവസ്ഥ മാത്രമല്ല, ഇത് പല രോഗങ്ങളിലേക്ക് നയിക്കും. പ്രത്യേകിച്ച് ഹാർട്ട് ഡിസീസ്, അതുപോലെ തന്നെ സ്ട്രോക്ക്. ഇത് കൂടാതെ ഡയബറ്റീസിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയ കണ്ണുകളെ ബാധിക്കുക ഡയബറ്റിക് റെറ്റിനോപ്പതി, കിഡ്നിയെ ബാധിക്കുക ഡയബറ്റിക് നെഫ്രോപ്പതി, നെർവുകളെ ഡാമേജ് ചെയ്യുക ഡയബറ്റിക് ന്യൂറോപ്പതി. അപ്പോൾ ഇതുപോലത്തെ ഉള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഡയഗ്നോസിസ് എത്രയും പെട്ടെന്ന് തുടങ്ങി അതിനു വേണ്ടി ഉള്ള ഇൻ്റർവെൻഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. പ്രധാന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി, നെഫ്രോപ്പതി, ന്യൂറോപ്പതിയാണ്. പിന്നെ ഇത് കൂടാതെ പലതരം ഇൻഫെക്ഷൻസും നമ്മൾ ഡയബറ്റീസ് ഉള്ള ആളുകൾക്ക് വരാറുണ്ട്. അതിൽ ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുമ്പോഴത്തേക്കും കയ്യും കാലിലും മരപ്പ്, തരിപ്പ്, മസിൽ വേദന, പെട്ടെന്ന് ഒരിടത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോഴുള്ള തലകറക്കം. അപ്പോൾ ഡയബറ്റിക് ന്യൂറോപ്പതിനെ 3ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. സെൻസറി, മോട്ടോർ, ഓട്ടോണോമിക് ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ചികിത്സ അത്ര തൃപ്തികരമല്ല കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എയിം ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഡയബറ്റീസിൻ്റെ എയിം ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് കോംപ്ലിക്കേഷൻസ് എന്നാണ്. ഷുഗറിൻ്റെ അവസ്ഥയെ നമ്മളൊരു നോർമലാക്കി നിർത്തുന്നതിന് ഉപരി ഈ കോംപ്ലിക്കേഷൻസിലേക്ക് എത്താതിരിക്കുക. അതുപോലെ അടുത്ത കോംപ്ലിക്കേഷൻസാണ് ഡയബറ്റിക് നെഫ്രോപ്പതി. ഈ നെഫ്രോപ്പതി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പല മരുന്നുകളും നമുക്ക് കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചൊരു വിദഗ്ധനായ ഡോക്ടറെ കണ്ട് മരുന്നിൽ മാറ്റം വരുത്തുക. സ്ഥിരമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ തുടരാൻ പാടില്ല നെഫ്രോപ്പതി പോലത്തെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ റെറ്റിനോപ്പതി, ഒരു ആൾക്ക് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നൊരു ഒഫ്താൽമോളജിസ്റ്റിനെ കണ്ട് ഡയബറ്റിക് റെറ്റിനോപ്പതി ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. ഇത് കാരണം ഇത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ഇറിവേഴ്സിബിൾ ഡാമേജ് ആണ്. വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോക്കില്ല. അങ്ങോട്ടുള്ള ചികിത്സ അത്ര തൃപ്തികരമല്ല. അപ്പോൾ അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് പ്രിവെൻറ്റ് ചെയ്യാമെന്നാണ് നമ്മുടെ പ്രധാന എയിം ഓഫ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ആയുർവേദത്തിലാണെങ്കിലും അതിന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്, അലോപ്പതിയിലും അതിന് ട്രീറ്റ്മെൻറ്റ് പറയുന്നുണ്ട്. ഇതിൽ ഏത് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ളത് തീരുമാനിക്കുന്നത് പേഷ്യൻസിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനേക്കാളും പ്രധാനം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡറാണ്. അതുകൊണ്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ജീവിത ശൈലിയിൽ വരുന്ന മാറ്റങ്ങളാണ് ഡയബറ്റീസിൻ്റെ ചികിത്സയിൽ ആദ്യഘട്ടമായിട്ട് നമ്മൾ കാണേണ്ടത്. അതിൽ പ്രധാനപ്പെട്ടതും ആഹാര നിയന്ത്രണം, വ്യായാമം, മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ, അതുപോലെ തന്നെ അതിനുശേഷമാണ് മരുന്നിനെ കുറിച്ചുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്. പല ആളുകളും ചെയ്യുന്നത് ആദ്യമേ മരുന്ന് കഴിച്ചു തുടങ്ങുക, എന്നിട്ട് ഇത് കുറച്ചും കൂടെ രൂക്ഷമായി കഴിയുമ്പോഴത്തേക്കുമാണ് ജീവിതശൈലിയിലേക്കുള്ള മാറ്റങ്ങളിലേക്ക് ചിന്തിച്ചു തുടങ്ങുന്നത്.
ഡയബറ്റീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സയുടെ ഘടകം എന്ന് പറയുന്നത് ജീവിതശൈലി മാറ്റങ്ങളാണ്. അത് പ്രത്യേകിച്ച് ആഹാരവും വ്യായാമവും മാനസിക സമ്മർദ്ദം കുറയ്ക്കൽ. അതിൻ്റെ ഓരോന്നായിട്ട് വിശദീകരിക്കാം. ആഹാരം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയണേ നമ്മൾ കഴിക്കുന്ന സാധാരണ ചോറായിക്കോട്ടെ, ചപ്പാത്തി ആയിക്കോട്ടെ, ഓട്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ചക്ക ആയിക്കോട്ടെ നമ്മുടെ നാട്ടിൽ കഴിക്കുന്നത്, അതുപോലെ കപ്പ, മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്ന സാധനങ്ങൾ. ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആണ് ഉള്ളത്. കാർബോഹൈഡ്രേറ്റിനെ നമ്മുടെ ശരീരത്തിൽ മെറ്റാബോളൈസ് ചെയ്യുന്നത് നമ്മുടെ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ്. അപ്പോൾ ഇത് കണ്ടമാനം ഇൻസുലിൻ്റെ പ്രവർത്തനം വരുമ്പോഴത്തേക്കും ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള സ്റ്റേജിലേക്ക് എത്തുമ്പോഴാണ് ഈ ഡയബറ്റീസിൻ്റെ ചികിത്സ ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം ഈ പറഞ്ഞ ഭക്ഷണ സാധനങ്ങൾക്ക് ഉപയോഗം ഒന്ന് കുറച്ചുകൊണ്ട് വരണം. അതിൻ്റെ ഒപ്പം തന്നെ വ്യായാമം. ഈ വ്യായാമം ചെയ്യുമ്പോഴത്തേക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽസിലും ഫാറ്റിലും ഉള്ള ഗ്ലൂക്കോസ് ട്രാൻസ്പോർട്ടർ എന്ന് പറഞ്ഞ ഒരു ചാനൽസ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡിലുള്ള ഷുഗർ മസിലിലേക്കും ഫാറ്റിലേക്കും കയറുകയും അതുമൂലം ബ്ലഡിലുള്ള ഷുഗർ കുറയുകയും ചെയ്യും. അപ്പോൾ ഡയബറ്റീസ് എന്നുള്ള അവസ്ഥ എന്ന് പറയുന്നത് നടുക്കടലിൽ വെള്ളം കുടിക്കാൻ കിട്ടാത്തൊരവസ്ഥയാണ്. ശരീരം നിറച്ച് ഷുഗറുണ്ട്, വേണ്ട കോശങ്ങൾക്കും ടിഷ്യൂസിനും ഒന്നും ഈ ഷുഗർ കിട്ടാതെ വരുന്ന അവസ്ഥയാണ് ഡയബറ്റീസ്. അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് ഇതിൽ ഒരു പരിധി വരെയൊക്കെ സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം. മാനസിക സമ്മർദ്ദമുള്ള ഒരാൾക്ക് എപ്പോഴും ഷുഗർ ലെവൽ ഹൈ ആയിരിക്കും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ 2 തരം ഹോർമോൺസാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് ഇൻസുലിനും ഒന്ന് ഇൻസുലിൻ അല്ലാത്ത മറ്റ് ഹോർമോൺസ്, ഗ്ലൂക്കോഗോൺ, കോർട്ടിസോൾ, അഡ്രിനാലിൻ ഇതുപോലത്തെ ഹോർമോൺസാണ് പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഇൻസുലിൻ്റെ ഒപ്പം തന്നെ ഈ മറ്റ് ഹോർമോൺസും കൂടും. അങ്ങനെ വരുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസും കൂടും, ഒപ്പം തന്നെ ഈ സ്ട്രെസ് ഹോർമോൺസും കൂടും. ഈ സ്ട്രെസ് ഹോർമോൺസിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഷുഗറിൻ്റെ സപ്ലൈ കൂട്ടുക എന്നാണ്. അപ്പോൾ സ്ട്രെസ് ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ ടെൻഷൻ ഉള്ള ഒരാൾക്ക് എപ്പോഴും ഈ സ്ട്രെസ് ഹോർമോൺസ് കൂടുതലായിരിക്കും, ബ്ലഡിൽ എപ്പോഴും ഷുഗർ ലെവൽ ഹൈ ആയിരിക്കും. സ്ട്രെസ് ഹോർമോൺസ് കൂടുകയും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ഇൻസുലിൻ കൂടുന്ന ഒരു അവസ്ഥയാണ് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റും ഡയബറ്റീസിന് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എക്സസൈസ് ചെയ്യേണ്ട കാര്യം ചോദിക്കുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കും ജിമ്മിൽ പോകണോ, ഇത് പോകണോ? അതൊന്നും വേണ്ട. WHO റെക്കമെൻഡ് ചെയ്യുന്നത് 35 തൊട്ട് 45 മിനിറ്റുള്ള ബ്രിസ്ക് വാക്കിംഗ്, സ്പീഡിലുള്ള നടത്തം. ഈ സ്പീഡ് എന്ന് പറയുന്നത് ഡയബറ്റീസ് പലപ്പോഴും പ്രായമായ ആൾക്കാർക്കാണ് വരുന്നത്. അപ്പോൾ ഒരുപാട് സ്പീഡൊന്നും വേണ്ട. നമുക്ക് ഏത് സ്പീഡിൽ വീട്ടിൽ നടക്കാൻ പറ്റുമോ അതൊരു 35 തൊട്ട് 45 മിനിറ്റ് നമുക്ക് ഡെയിലി തുടരാൻ പറ്റുവാണെങ്കിൽ ഷുഗർ ലെവലിൽ ഒത്തിരി വ്യത്യാസം കാണപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ളത് ആളുകളുടെ ഇടയിലുള്ള തെറ്റിദ്ധാരണകളാണ്. ഇത് എന്ത് കഴിക്കാൻ പാടില്ല, അതുപോലെ തന്നെ ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ഈ തെറ്റിദ്ധാരണകളെക്കുറിച്ച് പറയാനുള്ളത്, ഈ ഡയബറ്റീസ് എന്നുള്ള രോഗത്തിന് സമ്പൂർണ്ണ ചികിത്സ ആയുർവേദത്തിലോ അലോപ്പതിയിലോ പറഞ്ഞിട്ടില്ല. ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ. ഞാൻ പറഞ്ഞു നേരത്തെ ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കിത് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഈ ജീവിതശൈലിയിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് കുറയ്ക്കാൻ പറ്റാത്തത് മാത്രമേ മരുന്നിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. കാരണം ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നായിക്കോട്ടെ, അങ്ങനെ ഇപ്പോൾ ഇംഗ്ലീഷ് മരുന്നിലാണെങ്കിൽ അതിൻ്റെതായ സൈഡ് എഫക്ട്സ് ഉണ്ട്. സൈഡ് എഫക്ട്സ് അല്ലാതെ അത് വരില്ല. അപ്പോൾ അതുകൊണ്ട് ആ മരുന്നിൻ്റെ ഡോസ് നമുക്ക് എത്രയും താഴത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും നല്ലത്. അപ്പോൾ ആദ്യം ഞാനതാണ് പറഞ്ഞത്, ഡയറ്റ് ആയിക്കോട്ടെ, നമ്മൾ കഴിക്കുന്ന ആഹാരം ആയിക്കോട്ടെ, വ്യായാമം ആയിക്കോട്ടെ, മാനസിക സമ്മർദ്ദം നിയന്ത്രണമായിക്കോട്ടെ, ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രമേ മരുന്നിനെക്കുറിച്ചുള്ള ഡോസും കാര്യങ്ങളും ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. പിന്നെയുള്ള അടുത്ത സംശയം എന്ന് പറയുന്നത്, ആളുകളുടെ ഇടയിൽ ഇപ്പോൾ കേരളത്തിൽ കൂടി വരുന്നത് ചക്ക കഴിച്ചാൽ വളരെ നല്ലതാണ്. ഈ ചക്ക എന്ന് പറയുന്നത് ഷുഗർ ഒരു കാരണവശാലും ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നില്ല. ചക്ക എന്ന് പറയുന്നത് സാധാരണ ഒരു സ്റ്റാർച്ചി ഫുഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ചക്ക ഷുഗർ കുറയ്ക്കുമെന്ന് പറയുവാണെങ്കിൽ ഉരുളക്കിഴങ്ങും ഷുഗർ കുറയ്ക്കും. അതുപോലെ തന്നെയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ ഒരു മാർക്കറ്റിംഗ് കാര്യങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. പിന്നെ ഉള്ളത് കപ്പ. ഈ കപ്പ എന്ന് പറഞ്ഞ സംഭവം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നത് പോർച്ചുഗൽകാരാണ്. അന്നത്തെ കാലത്ത് പട്ടിണിയായ മലയാളികൾക്ക് കൊടുക്കാൻ കപ്പ ഒരു നല്ല ഓൾട്ടർനേറ്റ് ആയിരുന്നു. കാരണം രാവിലെ കപ്പ കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹം വൈകിട്ട് വരെ പണിതോളും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്കും ലാഭമാണ്, ആൾക്കാർക്ക് വിശപ്പും മാറുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ ഓവർ ന്യൂട്രീഷൻ എടുക്കുന്ന ആൾക്കാരിൽ കപ്പ കഴിക്കുമ്പോഴത്തേക്കും അധികം വ്യായാമമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും കപ്പ അത് കൂടുതൽ ദോഷമായിട്ട് ഭരിക്കും. അതുപോലെ തന്നെ ഇന്നത് വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാൽ നല്ലതാണോ, ഇന്നൊരു പൊടി കലക്കി കുടിച്ചാൽ നല്ലതാണോ, അങ്ങനെ ഒരു രോഗമല്ല ഇത് ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് ഇന്നതൊരു സംഭവം കൊണ്ട് തിളപ്പിച്ച് കുടിക്കാൻ അതുകൊണ്ട് മാറുമായിരുന്നെങ്കിൽ എന്തായാലും നമ്മളിത് നേരത്തെ സ്വീകരിച്ചേനെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ ജീവിതം, നമ്മൾക്ക് എന്ത് കഴിക്കണം എന്ന് ചോദിച്ചാൽ എന്ത് ആഹാരവും കഴിക്കാം. നമുക്കൊരു 4 ചപ്പാത്തിയാണ് വേണ്ടെങ്കിൽ അത് 3 ആക്കി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രോഗം കുറേ ഒരു പരിധി വരെയൊക്കെ നിർത്താൻ പറ്റും. ഞാൻ ഈ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ എന്ത് കഴിക്കാമെന്ന് ചോദിച്ചാൽ എന്തും കഴിക്കാം.
ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ ഈ മണ്ണിൻ്റെ അടിയിലുണ്ടാകുന്നത് പോലത്തെ ഉള്ള മറ്റേ നമ്മുടെ കപ്പ, കാച്ചിൽ, ചേമ്പ്, നമ്മുടെ പുഴുക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസ്, അതുപോലെ തന്നെ ചക്ക, ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമുക്ക് തൽക്കാലം ഒഴിവാക്കുവാണെങ്കിൽ നമുക്ക് ഷുഗർ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ആഹാരം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ആഹാരം ഒരു മോഡറേഷനിൽ അല്ലെങ്കിൽ ഒരു മിതമായ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വരെ ആഹാരം ഒരു ഡയറ്റിൻ്റെ ആവശ്യം അതിൽ വരുന്നില്ല. അപ്പോൾ ഈ ഇൻസുലിൻ ഉള്ള എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നതെന്ന് പറഞ്ഞാൽ ലേറ്റർ സ്റ്റേജിലാണ്. കാരണം നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കൂടുതലും ഒന്നെങ്കിൽ കഴിക്കുന്ന ആഹാരത്തിലെ ഷുഗറിനെ പുറത്തോട്ട് കളയാൻ നോക്കുക, അല്ലെങ്കിൽ കൂടുതൽ അബ്സോർബ് ചെയ്യാതിരിക്കുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കുക. ഈ ഒരു മെക്കാനിസമാണ് മിക്ക അലോപ്പതി മരുന്ന് ഫോളോ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും റിസർവ് ഇൻസുലിൻ ഉണ്ടെങ്കിൽ അത് പാൻക്രിയാസിൽ നിന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് വീണ്ടും ബ്ലഡിലേക്ക് ഇൻസുലിൻ കൂട്ടാനുള്ള ഒരു മരുന്നുകളാണ് നമ്മൾ അലോപ്പതിയിൽ സ്വീകരിക്കുന്നത്. പക്ഷേ ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്കും ഈ ഇൻസുലിൻ റിസർവ് തീരും. ആ സമയത്ത് ഇൻസുലിൻ ഇല്ലാത്തൊരവസ്ഥ, ഈ ടൈപ്പ് 1 പോലത്തെ ഒരു അവസ്ഥയിലേക്ക് ഈ ടൈപ്പ് 2 മാറും. ആ സമയത്താണ് ഇൻസുലിൻ്റെ ആവശ്യം വരുന്നത്. ആ സമയം ആകുമ്പോഴത്തേക്കും നമുക്ക് ഇൻസുലിൻ കുറയ്ക്കേണ്ടി വരും. നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നുണ്ടോ, നമുക്ക് ഇൻസുലിൻ വേണം. കാർബോഹൈഡ്രേറ്റ് നമുക്ക് തുച്ഛമായ രീതിയിലുണ്ട്, നമുക്ക് നേരെ ചൊവ്വ രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസുലിൻ്റെ ആവശ്യം വരുന്നില്ല. ഡയബറ്റീസ് എന്നുള്ള രോഗത്തിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഈ രോഗത്തിനെ കുറിച്ചുള്ള അറിവാണ്. അത് ഡോക്ടർക്ക് മാത്രമല്ല, പേഷ്യൻറ്റിനും ഡയബറ്റീസിനെ കുറിച്ചുള്ളൊരു അറിവ് വേണം. ഈ അറിവിനെ ഒരു ചിട്ടയാക്കി മാറ്റുക, ഒരു ഡിസിപ്ലിനാക്കി മാറ്റുക എന്ന് മാത്രമാണ് ഡയബറ്റീസിൻ്റെ ഒരു നേരായ ചികിത്സ എന്ന് പറയുന്നത്. തിരക്കേറിയ ജീവിതമാണെങ്കിൽ പോലും ഇപ്പോൾ 45-35 മിനിറ്റ് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ അത് 2ആയിട്ട് തിരിക്കുകയോ, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഡയറ്റിൻ്റെ അളവ് കുറയ്ക്കാൻ ശ്രമിക്കുക. അതിൻ്റെ പകരം വരുന്ന വെജിറ്റബിൾസിൻ്റെ അളവ് കൂട്ടാം, ഇറച്ചി, മീൻ കഴിക്കാം, മുട്ടയുടെ വെള്ള കഴിക്കാം. അപ്പോൾ ആഹാരം എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറച്ചുകൊണ്ട് ബാക്കിയുള്ള ഈ പറഞ്ഞ് കഴിക്കാവുന്ന പച്ചക്കറികളായിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കി മീറ്റ് ആയിക്കോട്ടെ, ഫിഷ് ആയിക്കോട്ടെ, എഗ് വൈറ്റ് ആയിക്കോട്ടെ, അപ്പോൾ അങ്ങനെ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഫലപ്രദമായിരിക്കും. അപ്പോൾ ഡയബറ്റീസ് ഉള്ള ആൾക്ക് വരുന്ന വേറെ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഹാർട്ട് സംബന്ധമായത്, അല്ലെങ്കിൽ സ്ട്രോക്ക്, അല്ലെങ്കിൽ ബ്രെയിൻ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന പോലെ തന്നെയുണ്ട് ബ്രെയിൻ അറ്റാക്ക്. ഈ ബ്രെയിൻ അറ്റാക്കിനെയാണ് നമ്മൾ സാധാരണക്കാർ സ്ട്രോക്ക് എന്ന് പറയുന്നത്, ഈ പക്ഷാഘാതം എന്നുള്ള അസുഖം പറയുന്നത്. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഹാർട്ട് എല്ലായിടത്തും ബ്ലഡ് എത്തിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഹാർട്ടിന് ഒരു ബ്ലഡ് സപ്ലൈ ഉണ്ട്. അപ്പോൾ ഈ ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ നമ്മൾ കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത്. ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ ഡയബറ്റീസ്, പ്രഷർ, ഹൈപ്പോതൈറോയിഡിസം, ഇതുപോലത്തെ ഉള്ള രോഗങ്ങൾ ഈ കൊറോണറി ആർട്ടറി പോലത്തെ ആർട്ടറികളിൽ കൂടുതലും കൊഴുപ്പ് അടിഞ്ഞു കൂടുകയും അതുമൂലം ഉണ്ടാകുന്ന ഹാർട്ട് അറ്റാക്കിൻ്റെ സംഖ്യയും കൂടി വരുന്നുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ബ്ലഡ് വെസൽസിലും ഇതേപോലെ കൊഴുപ്പടിഞ്ഞിട്ട് അത് സ്ട്രോക്കിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡയബറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഷുഗർ കൂടുന്ന ഒരു അവസ്ഥ മാത്രമല്ല, ഇതുപോലത്തെ ഉള്ള പല ഡയബറ്റീസ് എന്ന് പറയുന്നത് ഒരു ബ്ലഡിൽ ഷുഗർ കൂടുന്ന ഒരു അവസ്ഥ മാത്രമല്ല, ഇതുപോലത്തെ ആയിട്ടുള്ള ഡെഡ്ലി ഡിസീസിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ പുതിയതായിട്ട് കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് പുതിയതായിട്ടുള്ള ട്രെൻഡല്ല. ആയുർവേദത്തിൽ ഉപവാസത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ആഹാര നിയന്ത്രണത്തിലൊരു നല്ലൊരു സംഭവമായിട്ടാണ് ഉപവാസത്തിനെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ഉപവാസം എന്ന് പറയുന്നത് ഒരു ദിവസം മൊത്തം ആഹാരം കഴിക്കാതിരിക്കണം അങ്ങനെയൊന്നുമല്ല. നമ്മൾ കഴിക്കുന്ന ടൈം ഇൻ്റർവെൽ, ഈറ്റിംഗ് വിൻഡോനെ ഒന്ന് ഷോർട്ടാക്കുക. കാരണം നമ്മുടെ ശരീരം പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ, പട്ടിണി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു 3-4 ദിവസം അടുപ്പിച്ചുള്ള പട്ടിണിയല്ല. നമുക്ക് ഒരു നേരത്തെ ആഹാരം ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് തന്നെ ഹീൽ ചെയ്യാനുള്ള പവറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ധമനികളിലോ വെയിനുകളിലൊക്കെ എന്തെങ്കിലും കൊഴുപ്പടിഞ്ഞു കൂടുവാണെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ടൈം ശരീരത്തിന് കിട്ടും. നമ്മളിപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ 3 നേരം ആഹാരം കഴിച്ച് നമ്മുടെ ശരീരത്തിന് സ്വസ്ഥത കൊടുക്കുന്നില്ല. 3 നേരം ആഹാരം കഴിക്കുമ്പോഴത്തേക്കും ശരീരത്തിൻ്റെ ഏക എയിം എന്ന് പറയുന്നത് എങ്ങനെ ഈ ആഹാരത്തിനെ ദഹിപ്പിച്ച് ഇതിൽ നിന്നുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള എലമെൻസിനെ ശരീരത്തിലേക്ക് അസിമിലേറ്റ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനൊരു റെസ്റ്റ് കൊടുക്കുക കഴിയുവാണെങ്കിൽ നമ്മുടെ എൻജിൻ നമ്മളിടയ്ക്ക് ഒരു സർവീസ് ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ നമ്മുടെ ശരീരവും ഒന്ന് സർവീസ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് വളരെ ഗുണകരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 3 മീൽ എ ഡേ എന്നുള്ള കൾച്ചർ നമ്മുടെ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. അതിന് മുമ്പ് വരെ 3 നേരം ആഹാരം കഴിക്കുന്ന ഒരു ശീലമൊന്നും ഇന്ത്യക്കാർക്കില്ലായിരുന്നു. വിശക്കുമ്പോൾ ആഹാരം കഴിക്കുക, അതാണ് ആഹാരം കഴിക്കേണ്ട രീതി. അപ്പോൾ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് വന്നൊരു വ്യത്യാസമാണ്. അതിൻ്റെ വേറെ ഒരു എക്സാമ്പിൾ പറയാം. ഈ ആമസോൺ എന്ന് പറഞ്ഞ കാടുകളിൽ അവിടുത്തെ ട്രൈബൽ ആൾക്കാർ എല്ലാ ദിവസമൊന്നും ആഹാരം കഴിക്കില്ല. അവർ
ഫ്രിഡ്ജില്ല അവർക്ക് ആഹാരം സൂക്ഷിക്കാൻ. അപ്പോൾ അവർക്ക് വിശക്കണ സമയത്ത് അവർ ഹണ്ട് ചെയ്തോ ഫിഷിങ് ചെയ്തോ കിട്ടുന്ന മീറ്റോ വെജിറ്റബിൾസോ ആ സമയത്ത് കഴിച്ചിട്ട് അവർക്ക് അടുത്ത പ്രാവശ്യം എപ്പോൾ വിശപ്പോ അപ്പോഴാണ് അവർ അടുത്ത ആഹാരം കഴിക്കാൻ പോകുള്ളൂ. അതുകൊണ്ട് ആ ആൾക്കാരുടെ ഇടയിൽ ഷുഗറോ പ്രഷറോ ക്യാൻസറോ പോലത്തെ ഉള്ള ഇൻഷുറൻസ് വളരെ കുറവായിട്ടാണ് കാണുന്നത്. ചില ആൾക്കാർക്കുള്ള സംശയം വരുന്നത് പറഞ്ഞാൽ ഫ്രൂട്ട്സ് കഴിക്കാമോ, ഫ്രൂട്ട്സ് കഴിച്ചാൽ പ്രശ്നമുണ്ട്. ഈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് ഫ്രൂട്ട്സിൻ്റെ അകത്തുള്ളത് ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറാണ്. അതിനെ മെറ്റബോളൈസ് ചെയ്യുന്നത് നമ്മൾ ലിവറാണ്. ഇതും അറ്റ് ലാസ്റ്റ് ഷുഗറായിട്ട് തന്നെയാണ്, ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ ഷുഗറായിട്ട് തന്നെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് കഴിച്ചാലും ഷുഗർ കൂടും. എന്നാൽ പഞ്ചസാരയുടെ പോലത്തെ ഉള്ള ഒരു ദുഷ്ഫലം അത്രയും വരുന്നില്ലെന്ന് മാത്രം. പിന്നെ അത്ര അളവിലുള്ള ഷുഗറല്ല ഫ്രൂട്ട്സിൽ കാണുന്നത്. ചില ഫ്രൂട്ട്സ് തീർത്തും കഴിക്കാൻ പാടില്ലാത്തെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ മാമ്പഴം, ഈന്തപ്പഴം, ഇതൊക്കെ തൽക്കാലം ഒഴിവാക്കുക. പിന്നെ ഷുഗർ കൺട്രോൾഡ് ആയിരിക്കണം. അതാണ് പിന്നെയും പറയുന്നത്, നമുക്ക് ഇന്നൊരു ഫുഡ് കഴിക്കാവോ ഇന്നത് കഴിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. എല്ലാം കഴിക്കാം. നമ്മുടെ ഷുഗറിൻ്റെ അവസ്ഥ അനുസരിച്ച് അതിൽ കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഫ്രൂട്ട്സ് കഴിക്കുന്നതിൽ ബാക്കി ഓറഞ്ച് ആണെങ്കിൽ ഓറഞ്ച്, ഇപ്പോൾ ഒരു ഓറഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഓറഞ്ച് ഒരാൾക്ക് ആവശ്യമില്ല. അപ്പോൾ വീട്ടിലുള്ളതാണെങ്കിൽ ഫാമിലി ഷെയർ ചെയ്യാതെ ഒരു ഓറഞ്ചിൻ്റെ പകുതി ഭാഗം കഴിച്ചാൽ മതി. അപ്പോൾ ആ കഴിച്ചതിൻ്റെ ഒരു തൃപ്തിയും കിട്ടും. നമ്മൾ ആ ഒരു ഓറഞ്ച് മൊത്തം കഴിച്ചിട്ട് ഷുഗർ കൂട്ടിയിട്ടുമില്ല. പിന്നെ ആളുകളുടെ സംശയമുണ്ട്, ഞാൻ രാവിലെ റബ്ബർ വെട്ടാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യുന്നുണ്ട്, എനിക്ക് നടക്കേണ്ട ആവശ്യമുണ്ടോ? നടക്കേണ്ട ആവശ്യമുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നടപ്പെന്ന് ഉദ്ദേശിക്കുന്നത് വെറും ഒരു എക്സസൈസ് മാത്രമല്ല, അതൊരു മെൻറ്റൽ എക്സസൈസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ എന്തായാലും ഈ നടപ്പെന്നുള്ള കാര്യം ഏത് ജോലിക്കാരായാലും അതിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഡയബറ്റീസിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ വളരെ സഹായിക്കും. അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഡയബറ്റീസ് എന്നുള്ള രോഗത്തിനെ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഡയബറ്റീസിനെ കുറിച്ച് നല്ല കരുതൽ വേണം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. നമുക്ക് ഡയബറ്റീസ് എന്നുള്ള രോഗത്തെക്കുറിച്ച് നല്ലൊരു നോളജ്, ഒരു അവയർനെസ് ഉണ്ടാവണം. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അല്ലെങ്കിൽ വേറെ ഡോക്ടർ പറയുന്നത് മാത്രമല്ല, നമുക്കിതിൽ കുറച്ചുള്ളൊരു ബോധം ഉണ്ടാവണം. പിന്നെ ഡോക്ടർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഇത്തരം വർഷങ്ങളായിട്ടുള്ള അനുഭവം കൊണ്ട് അറിഞ്ഞ ആ ഒരു കാര്യം ചിട്ട വരുത്തുകയാണ്. ഈ പല ആളുകളിലും ഈ ഷുഗർ മാനേജ്മെൻറ്റ്, മരുന്ന് കൊണ്ട് ഷുഗർ കുറയും, അതിൽ യാതൊരു സംശയമില്ല, അത് കുറയ്ക്കാൻ പറ്റും. പക്ഷേ അത് മാത്രമാവരുത് ഇതിൻ്റെ ഒരു എയിം. നമുക്ക് ഈ ഷുഗർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇന്നും നാളെ വിട്ടു പോകുന്നൊരു രോഗമല്ല. നമ്മൾ എത്ര കാലം ജീവിക്കും, എത്ര കാലം മിക്കവാറും ഈ ഷുഗർ അൺകൺട്രോൾഡായിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ചിട്ട പാലിക്കുക എന്നുള്ളതാണ് പ്രമേഹത്തെക്കുറിച്ച് പറയാനുള്ള ഏറ്റവും വലിയൊരു ആവശ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്.